ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈശോയുടെ രൂപാന്തരീകരണത്തെയാണ് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ആ ബൈബിളിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും. ഈ ഈശോയെക്കുറിച്ച് അവ്യക്തതകൾ നിറയുന്ന ശിഷ്യന്മാർക്ക് കുറെ കൂടി തന്നെ വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ താബോർ മലയിൽ വെച്ച് നടത്തുന്ന രൂപാന്തരീകരണം. പത്രോസ് ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പീഡാസഹനങ്ങളെക്കുറിച്ച് പറയുന്ന ഭാഗം, തൊട്ടടുത്ത ഭാഗത്തിൽ പീഡാസഹനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് പറയുന്നത് എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സങ്കല്പം അത്ര ക്ലിയർ അല്ലെന്ന് മനസ്സിലാക്കുന്ന ഈശോ തന്നെ ഈ ഒരു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചിത്രം കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ അനുഭവത്തിലൂടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു താബോർ മലയിലെ അനുഭവം നമ്മളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ കാണുന്ന ക്രിസ്തു, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തു, അല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ പൂജിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ചിത്രം കറക്റ്റാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാത്രം മാറ്റുന്നവനാണോ, അതോ നിയമത്തിൻ്റെയും പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെയും പറയുന്ന ഒരു ക്രിസ്തുവിനെയാണോ ഞാൻ സ്നേഹിക്കുന്നത്? മോശയെക്കുറിച്ച് അറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ ആ ദൈവസ്നേഹാനുഭവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പുതിയ കൽപ്പനയുമായിട്ട് അവരെ ചേർത്ത് പിടിച്ച ഒരു മോശ. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ തീക്ഷ്ണതയോടെ അവരെ ആ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയ പ്രവാചകനാണ് ഏലിയ. ഈ ഒരു തീക്ഷ്ണത ഈ ക്രിസ്തുവിൽ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഈ തീക്ഷ്ണതയിലേക്ക് വളരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ കുറച്ചുകൂടി ഒന്ന് പൊളിച്ചെഴുതേണ്ടി വരുമെങ്കിൽ അതിനൊന്ന് മാറ്റാൻ കഴിയട്ടെ. ഈ ഒരു ദിവസം എൻ്റെ ക്രിസ്തു സങ്കല്പത്തെ കൃത്യമായിട്ട് വിവേചിച്ചറിയുന്ന ഒരു ദിവസമാവട്ടെ.